ഹലോ, നമുക്കിന്ന് ഈ അമീബ ഡിസൈനിൽ വരുന്ന സെൻറ്റാങ്കിൾ ഒന്ന് നോക്കിയാലോ. അമീബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അമീബ വരയ്ക്കണത് ഈ ഒരു ഡിസൈനിലായിരിക്കും. അപ്പോൾ ആ അമീബയുടെ ഡിസൈൻ തന്നെ ഉള്ളിൽ വന്ന രീതിയിൽ വേണം ഇത് വരയ്ക്കാനായിട്ട്. ഞാനിവിടെ പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ടൊക്കെയാണ് വരച്ചത്, കാരണം തെറ്റിപ്പോണതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ എയിൽ ഒരു ദീർഘം വന്ന രീതിയിൽ വേണം ഇവിടെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അത് നല്ല അടുപ്പിച്ച് വേണം വരയ്ക്കാനായിട്ട്. കൂട്ടിമുട്ടിയാലും വല്ല കുഴപ്പമൊന്നുമില്ല, കാരണം അത്രയ്ക്ക് അടുപ്പിച്ച് വേണം വരയ്ക്കാനായിട്ട്. എന്നാലേ അത് ഭയങ്കര തിക്കായിട്ട് തോന്നത്തുള്ളൂ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ നല്ല പതിയെയാണ് ഇതൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ള കോളത്തിൽ നമ്മൾ സി എന്ന രീതിയിലാണ് അതേ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നല്ല കൊതുക് ശല്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് ഓർത്തത്. വൈകുന്നേരം നല്ല കൊതുകുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് ഓർത്താൽ ഞാൻ പെട്ടെന്ന് വരക്കണമായിരുന്നു. അത് കഴിഞ്ഞ് സെയിം ഡിസൈൻ തന്നെ അടുത്ത കോളത്തിൽ തിരിച്ചും ദീർഘം വന്ന രീതിയിൽ തന്നെയാണ്, അങ്ങനെ മാറ്റി മറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.